ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ NCERT എക്സാമ്പിളായിട്ട് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. മിക്കപ്പോഴും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാം പേപ്പറിൽ വരാറുണ്ട്. അതുകൊണ്ട് എല്ലാ എക്സാമ്പിൾസും നന്നായിട്ട് പഠിക്കണം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. 1.5 meter tall boy is walking away from the base of a lamppost which is 12 meter high at the speed of 2.5 meter per second. Okay, a 1.5 meter tall boy is walking away from the base of a lamppost which is 12 meter high at a speed of 2.5 meter per second. Find the length of his shadow after 3 seconds. That's the question. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടില്ല. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചൊരു ഫിഗർ വരയ്ക്കുക. ഇതാണ് ആ ഫിഗർ വരുന്നത്, കണ്ടോ? അപ്പോൾ ഇവിടെ ലാംപ് പോസ്റ്റ് ഇതാണ്. AB ഈസ് ദ ലാംപ് പോസ്റ്റ് ആൻഡ് CD ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബോയ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഈ വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും സിമിലാരിറ്റി വരും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതായത് AB ലാംപ് പോസ്റ്റാണ്. ഒരു കുട്ടി ഈ ലാംപ് പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നടക്കുകയാണ്, മനസ്സിലായോ? ആ നടക്കുന്ന സ്പീഡ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 2.5 meter per second. അതുപോലെ ഈ ബോയ് ഇവിടെ എത്തുമ്പോഴുള്ള ടൈം ടേക്കൺ ഓൾസോ തന്നിട്ടുണ്ട് 3 seconds. അപ്പോൾ AB എന്ന് പറയുന്ന ലാംപ് പോസ്റ്റിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങോട്ട് നടന്നു വരുന്നു, ഇവിടെ എത്തുന്നു. ആ കുട്ടിയുടെ സ്പീഡും ടൈമും ഗിവൺ ആണ്. ഇവിടെ എത്തുമ്പോൾ ഈ കുട്ടിയുടെ ഷാഡോയുടെ ലെങ്ത്താണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ കുട്ടിയുടെ ഷാഡോ ഇവിടെ എന്തായിട്ടാണ് വരുന്നത്? DE ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാംപ് പോസ്റ്റിൻ്റെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 12 meter. ഈ ബോയുടെ ഹൈറ്റ് 1.5 meter. ദാറ്റ്സ് ഓൾസോ ഗിവൺ. പിന്നെ ഇവിടുന്ന് ഇതുവരെയുള്ള സ്പീഡും ടൈമും തന്നിട്ടുണ്ട്. സ്പീഡും ടൈം തന്നാൽ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഈസി ആയിട്ട് അറിയാം. എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു, അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ BD ആണ് കേട്ടോ. സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഫോർമുല മറന്നുപോയിട്ടില്ലല്ലോ. സ്പീഡ് ഇൻറ്റു ടൈമാണ്. ദാറ്റ് സ്പീഡ് ഇസ് 2.5 into 3. ഓക്കെ, അപ്പോൾ എത്ര വരും? 7.5 meter. പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റിന് ചെക്ക് ചെയ്യേണ്ടത് എല്ലാം സെയിം യൂണിറ്റിലാണോ എന്ന് നോക്കണം. കാരണം ഈ ഹൈറ്റും ഒക്കെ സെയിം യൂണിറ്റിലാണോ എന്ന് നോക്കുക. അതുപോലെ ഇവിടെയും സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ്, ടൈം സെക്കൻഡിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് മീറ്ററിൽ തന്നെ വരും. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യേണ്ട. പക്ഷെ നിങ്ങളുടെ NCERT ക്വസ്റ്റനിൽ ഇത് സെൻറ്റിമീറ്ററിലാണ്. അവിടെ ബോയ്ക്ക് പകരം ഗേൾ ആണെന്നേ ഉള്ളൂ. കുറച്ച് വാല്യൂസ് മാറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ വലിയ ട്രയാങ്കിളായ ABEയും CDEയും സിമിലാരിറ്റി എടുക്കുക. ഓക്കെ, ഏത് സിമിലാരിറ്റി എടുക്കുക? ഇവിടെ നോക്കൂ, ഇത് 90 ആണ്, ദിസ് ഓൾസോ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ രണ്ടും ഈക്വൽ ആണല്ലോ. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ബിക്കോസ് 90 ഡിഗ്രി ആണ്. കാരണം ഇത് ലാംപ് പോസ്റ്റ് ഒക്കെ പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് മനസ്സിലാകും. ദാറ്റ് ഈസ് ഗിവൺ. പിന്നെ ഈ ആംഗിൾ നോക്കൂ, ഈ രണ്ട് ട്രയാങ്കിളും ഈ ആംഗിൾ കോമൺ ആണ്. ആംഗിൾ E ഈസ് കോമൺ. ഓർ ഇത് സൺസ് എലിവേഷൻ ആംഗിളായിട്ടും എടുക്കാം, ബിക്കോസ് ഇവിടെ ഷാഡോ വരുന്നതുകൊണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലാരിറ്റി എഴുതുക. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ടുണ്ട്. സോ ദീസ് 2 triangles ആർ സിമിലർ. ട്രയാങ്കിൾ ABE സിമിലർ ടു ട്രയാങ്കിൾ CDE ബൈ AA സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ആണല്ലോ. ഈ AA സിമിലാരിറ്റി സിമിലർ ആണെന്നുണ്ടെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം, അല്ലേ? സോ സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആണ്. സോ വി ടേക്ക് CD ഡിവൈഡഡ് ബൈ AB. നമുക്ക് ഗിവൻ സൈഡ് മാത്രം എടുത്താൽ മതി കേട്ടോ. CD ഡിവൈഡഡ് ബൈ AB
ഈക്വൽ ടു, നോക്കൂ ഈ ഷാഡോയുടെ ലെങ്ത്ത് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ഡി ഇ ബി, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഷാഡോ ബി എക്സ്. അപ്പോൾ ഡി ഇ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇതാണ് നമ്മുടെ സ്മോളർ ട്രയാങ്കിളിൻ്റെ സൈഡ്. ഡി ഇ, ബിഗറിൻ്റെത് ബി ഇ വരും. ഓക്കെ, അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നിങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് കുറച്ച് പേരെങ്കിലും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അതിൻ്റെയും കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓൾറെഡി NCERT പോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്, ഓർ സിംപ്ലി റൈറ്റ് CPST എഴുതി. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ കൊടുക്കൂ. CD അവിടെ തന്നിട്ടുണ്ടല്ലോ, ആ ബോയുടെ ഹൈറ്റ് ആണ് CD, ദാറ്റ് ഇസ് 1.5 ഡിവൈഡഡ് ബൈ AB ലാംപ് പോസ്റ്റിൻ്റെ ഹൈറ്റ് 12, ദാറ്റ് ഇസ് ഈക്വൽ ടു DEX ആണ്, ഡിവൈഡഡ് ബൈ BD നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. BD 7.5 ആണ്. ഓക്കെ, അപ്പോൾ 7.5 പ്ലസ് എക്സ് ആവില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 12x, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 7.5 പ്ലസ് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 12x ഈക്വൽ ടു 1.5 ഇൻറ്റു 7.5 മൾട്ടിപ്ലൈ ചെയ്യുക, ജസ്റ്റ് 75 ഇൻറ്റു 15 ചെയ്യുക. 1125. How many decimal place? 1, 2. അപ്പോൾ 11.25 പ്ലസ് 1.5 എക്സ്. ഇനി എക്സ് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 12x മൈനസ് 1.5x, ദാറ്റ് ഇസ് ഈക്വൽ ടു 11.25. ഓക്കെ, ഇതിന്നത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 10.5 അല്ലേ? 10.5 is equal 10.5x, that's equal to 11.25. Okay, so x equal to 11.25 divided by 10.5. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2.1 അല്ലേ? ഇത് 2.25 വരുന്നുണ്ട്. സോ വി ക്യാൻ, അപ്പോൾ 2.25 ഡിവൈഡഡ് ബൈ 2.1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഡെസിമൽ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ബോത്ത് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 225 ഡിവൈഡഡ് ബൈ 210 എന്ന് കിട്ടുമല്ലോ. ഓക്കെ, വീണ്ടും നമ്മൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ക്യാൻസൽ ചെയ്യാം, ബിക്കോസ് 2 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 42 കിട്ടും. ഇവിടെ 4 45. ഇത് 2 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ 1 4 ഇവിടെ വരുന്നത് 1 5, 15/14 കിട്ടും. 15/14 എന്ന് കിട്ടുന്നു. 15/14 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ടെർമിനേറ്റ് ചെയ്യില്ല, ബിക്കോസ് ഇതിനകത്തൊരു 2 × 7 അല്ലേ? അപ്പോൾ ഒരു പ്രൈം നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ടെർമിനേറ്റ് ചെയ്യില്ല. പ്രൈം നമ്പർ അല്ല, ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് 2 and 5 വന്നാലേ ടെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് ഇവിടെ 7 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ടെർമിനേറ്റ് ചെയ്യില്ല. നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിവിഷൻ ചെയ്യാം. 15 ഡിവൈഡഡ് ബൈ 14 അല്ലേ? അപ്പോൾ 1 time 14, റിമൈൻഡർ 1.0. നോട്ട് പോസിബിൾ ബിക്കോസ് ദിസ് നമ്പർ ഇസ് ഗ്രേറ്റർ, സോ പുട്ട് എ 0. അപ്പോൾ 0 100ൽ അപ്രോക്സിമേറ്റ് എത്ര ടൈംസ് പോവും? 14 × 6 അല്ല 7 പോകും തോന്നുന്നു. 98, 7 times 98. അപ്പോൾ വീണ്ടും കണ്ടോ, ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ മാക്സിമം 2 places അത്രയും മതി, അവിടെ വെച്ച് അവസാനിപ്പിക്കുക. സോ ആൻസർ ഈസ് 1.07 മീറ്റർ. എന്നിട്ട് കൺക്ലൂഷൻ എഴുതുക ലാസ്റ്റിൽ. ആൻസർ എന്ന് എഴുതിയിട്ട് ലെങ്ത് ഓഫ് ദ ഷാഡോ, ലെങ്ത് ഓഫ് ഷാഡോ
ഇസ് ഈക്വൽ ടു 1.7 മീറ്റർ അപ്രോക്സ് എഴുതാം. അപ്രോക്സിമേറ്റ് ആണ്, ബിക്കോസ് ഇത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത വർഷം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. വീണ്ടും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് മനസ്സിലായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.